ഈ ബദർ ദിനത്തിൽ മുജാഹിദുകൾക്കുള്ള ഒരു സമ്മാനമായിട്ടാണ് ഈ സംസാരം ഞാൻ നടത്തുന്നത്. ബദർ ദിനത്തിൽ നൽകുന്ന മാംസമോ അല്ലെങ്കിൽ അതിലെ ഭക്ഷണമോ വഹാബികൾ സ്വീകരിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ഫാമിലികൾക്കും കുട്ടികൾക്കും അവരുടെ മൗലവിമാർക്കും എല്ലാവർക്കും വേണ്ടി അവരിഷ്ടപ്പെടുന്ന നല്ലൊരു വിഭവമാണ് ഞാൻ സമ്മാനമായി ഇപ്പോൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ കുടുംബങ്ങളിലും അവരുടെ കുട്ടികളിലും എല്ലാം എത്തി എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ തൗഹീദിനും പരിശുദ്ധമായ ശരീഅത്തിനും ലഭിച്ച ഏറ്റവും വലിയ ഒരു വിജയമായിരുന്നു ഈ ബദർ എന്നറിയപ്പെടുന്നത്. എന്നാൽ ആ ദിവസത്തിൽ ആ ബദരീങ്ങൾ അനുഭവിച്ച ത്യാഗവും അവരെ കുറിച്ചുള്ള ചരിത്രങ്ങളും ഒക്കെ അയവിറക്കിക്കൊണ്ട് നമ്മൾ ബദർ ദിനം ആചരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായി പള്ളികളിൽ ബദർ അനുസ്മരണ പ്രഭാഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ പഴയ കാലത്തൊക്കെ ബദർ കിസ്സ പാട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ മൗലിദുകളുണ്ട്, അന്നദാനങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് ബദരീങ്ങൾ ആണ്ടിന് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഈ ദിവസം വരുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള മുജാഹിദുകളായ വഹാബികളായ ആളുകളുടെ പ്രധാന തൊഴില് നമ്മളൊക്കെ അമുസ്ലിമീങ്ങളാണ്, നമ്മളൊക്കെ മുശ്രിക്കുകളാണ്. ഇത് വ്യാപകമായി പ്രചരിപ്പിക്കലാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊക്കെ ഇസ്ലാമിന് പുറത്തുപോയി നമ്മൾ ശിർക്കാണ് ചെയ്യുന്നത് എന്ന് പറയാൻ അവരാദ്യം ഉന്നയിക്കുന്ന കാര്യം നമ്മൾ ബദരീങ്ങളുടെ പേരിൽ അറുക്കുന്നു എന്നതാണ്. അതായത് അള്ളാഹുവിന്റെ പേരിലാണ് അറവ് നടക്കേണ്ടത്, അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് അറവ് നടത്തേണ്ടത്. എന്നാൽ സുന്നികൾ ഈ ദിവസത്തിൽ ബദരീങ്ങളുടെ പേരിൽ അറുക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ കേട്ടാൽ തോന്നും ഇത് ശരിയാണ്, അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കാൻ പാടില്ലല്ലോ എന്ന്. യഥാർത്ഥത്തിൽ ഇതൊരു തട്ടിമ മാത്രമാണ്. നമ്മൾ ബദരീങ്ങളുടെ പേരിൽ അറുക്കുക എന്ന് പറഞ്ഞാലും, അതുപോലെ നമ്മുടെ കുട്ടികൾ ജനിച്ചാല് ആ കുട്ടിയുടെ പേരിൽ അറുക്കുക എന്ന് നമ്മൾ അഖീഖത്തിനെ കുറിച്ച് പറയാറുണ്ട്. അതൊന്നും കുട്ടിയുടെ പേര് ചൊല്ലി അറുക്കുക എന്നല്ല. അതുപോലെ തന്നെ ഞാൻ എന്റെ മരണപ്പെട്ട ബാപ്പാന്റെ പേരിൽ ഹജ്ജ് ചെയ്തു പറഞ്ഞാൽ അത് ബാപ്പാനെ ഇലാഹാക്കി ഹജ്ജ് ചെയ്തു എന്നൊന്നുമല്ല അർത്ഥം. ഒരു ബാപ്പ മരണപ്പെട്ടാൽ ആ ബാപ്പാന്റെ പേരിൽ ഞാൻ അരി വിതരണം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ പേരിൽ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി എന്ന അർത്ഥത്തിനാണ്. മരണപ്പെട്ടവർക്കൊക്കെ സ്വതക്ക കൊടുക്കുന്നത് പോലെ തന്നെ ഈ സ്വതക്ക, അതായത് അറുത്ത് അതിന്റെ മാംസം ആളുകൾക്ക് വിതരണം ചെയ്യുന്നു, ഇത് ബദരീങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നിർവഹിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അപ്പോൾ ഈ പേരിൽ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം, ഇവിടെ വിശ്വാസം എന്താണ്, നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണ്, ഇതൊന്നുമല്ല നോട്ടം. പേരിൽ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് അവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ഇവരുടെ രീതി. ഇവിടെ അറവ് നടത്തുമ്പോൾ നമ്മളൊക്കെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരം അറവുകളൊക്കെ നടത്താറുള്ളത്. അതേ സമയത്ത് അത് നമ്മുടെ ബാപ്പാക്ക് കൂലി കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ബദരീങ്ങൾക്ക് വേണ്ടി, ഇതൊക്കെ മറ്റൊരു തലമാണ്. അതൊക്കെ ഇതിന്റെ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, ഈ വഹാബികൾ പ്രചരിപ്പിക്കുന്ന ഈ ഒരു പ്രചരണം അർത്ഥമില്ലാത്തതാണ്. അതിന്റെ പേരിൽ മുസ്ലിമീങ്ങളെയൊക്കെ മുശ്രിക്കാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ദിവസം ചെയ്യുന്നത് അവർക്ക് വേണ്ടി സദക്ക ചെയ്യുകയാണ്. അതായത് അറുത്തുകൊണ്ടോ അല്ലെങ്കിൽ അരിയോ മറ്റോ ഒക്കെ വാങ്ങി നമ്മൾ ബദരീങ്ങൾക്ക് ഇതിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സദക്കകളാണ്. ഇപ്പൊ മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ സദക്ക ചെയ്യാറുണ്ട്. അതേപോലെ ബദരീങ്ങൾക്ക് വേണ്ടി നമ്മൾ സദക്ക ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത വിഷയമാണ്. അതായത് വഹാബികളോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയെങ്കിലും ഉള്ള സലഫി പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിമിന് ഈ വിഷയത്തിൽ സംശയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് മരണപ്പെട്ടു പോയ ആളുകൾക്ക് സ്വതക്ക ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നതിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. അതൊരു ഇജ്മാ ആയ കാര്യമാണ്. അതിനെതിരെ പറയാൻ പോലും ഇസ്ലാമിൽ പാടില്ല. അപ്പൊ ഈ കാര്യമാണ് നമ്മൾ രണ്ടാമത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തർക്കമില്ലാത്ത വിഷയമാണ്. മൂന്നാമത് നമ്മൾ ഈ ദിവസത്തിൽ ചെയ്യുന്നത് ബദരീങ്ങളുടെ പേരിലുള്ള മൗലിദ് നിർവഹിക്കുകയാണ്. അവിടെയൊക്കെ പേരിൽ എന്ന് പറയുമ്പോൾ അതിന്റെ പേരിൽ ഇനി ശിർക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ മദ്ഹുകൾ പറയുക, അവരെ പ്രകീർത്തിക്കുക, ബദറിന്റെ ചരിത്രം അയവിറക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇതിലൊന്നും യാതൊരു തെറ്റുമില്ല. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്കുറു മഹാസിന മൗതാക്കും, നിങ്ങളിൽ നിന്ന് മുഅ്മിനീങ്ങൾ ആര് മരണപ്പെട്ടാലും അവരുടെയൊക്കെ ഗുണങ്ങൾ എടുത്തു പറയുക എന്നത് വലിയ പ്രതിഫലമുള്ള നല്ല കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. പ്രത്യേകിച്ച് ബദരീങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവരോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകും. അങ്ങനെ മഹാന്മാരോടുള്ള സ്നേഹം വെക്കുക എന്നത് നമ്മുടെ വിജയത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അവരെ നമ്മളാരും കണ്ടിട്ടല്ലല്ലോ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. നമുക്ക് അവരാരെങ്കിലും ഭൗതികമായ സഹായം നൽകിയിട്ടല്ല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ അവരെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്നേഹം അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല ഒരു കാര്യമാണ്. അത് നമ്മുടെ ഈമാനികമായ, നമ്മുടെ ശറഈയായ പുരോഗതിക്ക് വളരെയധികം ഫലം ചെയ്യുന്ന കാര്യമാണ്. ഇനി അങ്ങനെ മരണപ്പെട്ട ആളുകളെ
ഒരാളെയും നമ്മൾ ഗുണം പറയാൻ പാടില്ല എന്നാണെങ്കിൽ അങ്ങനെ നമ്മൾ ആരെക്കുറിച്ചും പറയാൻ പാടില്ല. അപ്പൊ ഒരു പ്രാവശ്യം പറയാം, പക്ഷെ പലതവണ പറയാൻ പാടില്ല. ഒരു തവണ എന്താണോ പറയുന്നതിന്റെ വിധി അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ട് ആ ഗുണം നമ്മൾ വീണ്ടും പറയുമ്പോൾ അതിന് ലഭിക്കുക എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത് നമ്മൾ ഒരാളെ കുറിച്ച്, മരണപ്പെട്ട ആളെ കുറിച്ച് നമ്മളൊരു നന്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിന് ഇസ്ലാമിൽ അത് നന്മയാണ് എങ്കിൽ ആ രണ്ടാമത് നമ്മൾ ആ വാക്ക് പറഞ്ഞാൽ അതിനും ഇസ്ലാമിൽ ആ നിയമം തന്നെയാണുള്ളത്. ആവർത്തിക്കുമ്പോൾ അത് തെറ്റായി മാറുന്നില്ല. പിന്നെ നാലാമത്തെ വിഷയം, നമ്മളിത് വർഷത്തിലൊരിക്കലാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത് എന്നതാണ്. വർഷത്തിലൊരിക്കലല്ല, നമ്മൾ പല സമയത്തും ബദർ മൗലിദും ബദർ അനുസ്മരണങ്ങളും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആണ്ടിൽ ഇങ്ങനെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ അതൊരു ചരിത്രപരമായ ബന്ധമുള്ളത് കൊണ്ടാണ്. അതല്ലാതെ റമദാൻ 17 ബദർ ദിനമാണ്, അതുകൊണ്ട് അന്ന് നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് വ്യത്യസ്തമായ ഒരു പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യൽ ശറയിൽ പ്രത്യേകമായ സുന്നത്താണ്, അന്ന് അവരുടെ പേരിൽ സദക്ക ചെയ്യൽ പ്രത്യേകമായ സുന്നത്തുണ്ട് എന്ന് ശറയിൽ ഒരു നിയമവും നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ അവരുടെ പേരിൽ ചെയ്യുന്ന സദക്കയുടെ പ്രതിഫലം എന്താണോ അത് തന്നെയാണ് ഈ ദിവസവും നമുക്ക് ലഭിക്കുക. റമദാനിലാകുമ്പോൾ അതിന്റെ ഗുണമുണ്ടാകും, അത് വേറെ വിഷയം. നേരെ മറിച്ച് ഇതിനൊരു ചരിത്രപരമായ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു സ്കൂള് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വാർഷികം നമ്മൾ ആഘോഷിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ വാർഷികം ആഘോഷിക്കും. എന്താണ് വാർഷികം എന്നാൽ? നിങ്ങൾക്ക് മാസമായിക്കൂടെ, ആഴ്ചയിലായിക്കൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം അങ്ങനെ ആഘോഷിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകമായ മറുപടിയില്ല. അത് ഏത് ദിവസവും ആയാലും ഈ വർഷം തികയുന്ന സമയത്ത് ചെയ്യുന്ന അതേ രീതി തന്നെയാണ്, അല്ലെങ്കിൽ അതേ ഗുണം തന്നെയാണ് മറ്റു ദിവസങ്ങളിൽ ഉണ്ടാവുക. പക്ഷെ അതിന്റെ ഒരു ചരിത്രപരമായ ബന്ധമുണ്ട്. അതായത് കഴിഞ്ഞ ഈ സമയത്താണ് അത് നിർമ്മിച്ചത് എന്ന ചരിത്രപരമായ ഒരു ബന്ധമുള്ളത് കൊണ്ട് ആ ഓർമ്മക്ക് വേണ്ടി കൂടെയാണ് നമ്മൾ അങ്ങനെ ആ ഒരു ദിവസം തന്നെ നടത്തുന്നത്. അതുപോലെ ബദർ നടന്നതിന്റെ ഒരു ചരിത്രപരമായ ഒരു ബന്ധമുണ്ട് എന്ന അർത്ഥത്തിലാണ്. അതിന്റെ പേരിലൊന്നും ഇത് ശറയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാൻ നമുക്ക് നിർവാഹമില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ അനുസ്മരണങ്ങളോ അല്ലെങ്കിൽ നമ്മളെ ആരെയെങ്കിലും അതിഥികളെ സൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വതക്ക നൽകുകയാണ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് അതൊരു ദിവസം തെരഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ സമയം തെരഞ്ഞെടുത്ത് തന്നെ ചെയ്യുകയോ അതിനൊന്നും വിരോധമില്ല. നമ്മുടെ മരുമക്കളെയൊക്കെ നമ്മൾ സൽക്കരിക്കാറുണ്ട്. അത് നോമ്പിന് പ്രത്യേകമായ ഒരു ലിയാഫത്തുണ്ട്, സൽക്കാരുണ്ട്. അത് എന്തിന്റെ പേരിലാണ്? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ? നോമ്പിന് അങ്ങനെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ നമ്മുടെ മരുമക്കളെ വിളിച്ച് സൽക്കരിക്കുക എന്ന രീതി അവരാരും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ലിയാഫത്ത്, സൽക്കാരം എന്നത് ഇസ്ലാമിലൊരു പുണ്യമാണല്ലോ. അപ്പൊ ഇസ്ലാമിലൊരു പുണ്യ കാര്യത്തിന് നമ്മൾ എങ്ങനെയാണ് ഒരു സമയവും അതുപോലെ രീതിയും ഒക്കെ നിശ്ചയിച്ചത്? അതിന് വിരോധമില്ല. കാരണം നിസ്കാരം, നോമ്പ് പോലുള്ള തഅബ്ബുദിയായ ഇബാദത്തിൽ, അത്തരം തഅബ്ബുദിയായ കാര്യങ്ങളിൽ നമുക്കതിന്റെ ഇല്ലത്തറിയില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ കള്ള് കുടിക്കുന്നത് നിഷിദ്ധമാണ്. കാരണം അത് ഖുർആൻ തന്നെ പറഞ്ഞു. അതിന്റെ കാരണം എന്താ? അതിൽ ലഹരിയുണ്ട് എന്നാണ്. അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് ലഹരി ഇല്ലാതെ ആവുകയാണെങ്കിൽ അത് കുടിക്കുന്നത് അനുവദനീയാണ്. ഉദാഹരണത്തിന് കള്ള് സുർക്കയാവുകയാണ്. സുർക്കയാകുമ്പോൾ അതിൽ നിന്ന് ആ ലഹരി നഷ്ടപ്പെടുകയാണ്. ലഹരി, അതായത് അൽ ഹുക്മു യദൂറു മഅൽ ഇല്ലത്തി വുജൂദൻ വഅദമ എന്നാണ്. ഒരു ഹുക്മ്, അതിന്റെ ഇല്ലത്ത്, എന്ത് കാരണത്തിന് വേണ്ടിയാണോ ആ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞത്, ഇവിടെ ലഹരിയുള്ള കാരണത്താലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇല്ലത്ത് അവിടെ ഇല്ലാതിരിക്കുമ്പോൾ ആ കാര്യം ചെയ്യുന്നതിൽ വിരോധം ഉണ്ടാവുകയില്ല. അൽ ഹുക്മു യദൂറു മഅൽ ഇല്ലത്തി വുജൂദൻ വഅദമ എന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഇല്ലത്ത്, അതിന്റെ കാരണങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ പരിചരിക്കുക, അത് ഇസ്ലാമിനൊരു പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ കാരണങ്ങൾ നമുക്ക് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സമയമോ രീതിയോ ഒക്കെ മാറുന്നതിൽ വിരോധമില്ല. ഇപ്പോ ഉദാഹരണത്തിന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വതക്ക കൊടുത്തിരുന്നു. ആ സ്വതക്ക കൊടുത്തെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു 5 മുദ്ദ് ആളുകൾക്ക് സ്വതക്കയായി കൊടുത്തു. ഇനി നമുക്ക് 5 കൊടുക്കാൻ പാടുള്ളൂ. അതിന്റെ രീതിയും ശൈലിയും മാറാൻ പാടില്ല. അതുകൊണ്ട് ഇനി ഒരു ചാക്കരി നമുക്ക് കൊടുക്കാൻ പാടില്ല, 5 മുദ്ദ് അരിയെ കൊടുക്കാൻ പാടുള്ളൂ എന്നാരും പറയില്ലല്ലോ. കാരണം അത് റസൂൽ ചെയ്തിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷെ അത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വർദ്ധിപ്പിക്കുകയും നമുക്ക് ഇഷ്ടപ്പെട്ട സമയത്ത് അത് നിർവഹിക്കുകയും ചെയ്യാമെന്ന് ശറഅ് പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പൊ പിന്നെ റസൂലുള്ള അത് ചെയ്തില്ല എന്ന് പറയല്ല. റസൂലുള്ള പഠിപ്പിച്ച ശരീഅത്തിലെ നിയമമാണ്, അതായത് ശറഇൽപ്പെട്ട നിയമം അനുസരിച്ചാണ് നമ്മളത് കുഴപ്പമില്ല എന്ന് പറയുന്നത്. ശറഅ് പഠിപ്പിച്ച നിയമം അനുസരിച്ച് ആണ് നമ്മൾ അത് വർദ്ധിപ്പിക്കുന്നതിനോ സമയം ഏത് സമയത്ത് നമ്മൾ ചെയ്യുന്നതിനോ വിരോധമില്ല എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല. ഇപ്പോ
ഇങ്ങനെ ഒരു ചാക്ക് അരി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ശറയിൽ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കാൻ പാടില്ല. ഏതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ആണ്ടിന്റെ ഈ ദിവസം തന്നെ പ്രത്യേകം ചെയ്യണമെന്ന് ഇസ്ലാമിൽ കൽപ്പനയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതേ സമയത്ത് ആ ദിവസം നമ്മൾ ചെയ്യുകയാണ്, യാതൊരു വിരോധവും. ഒരു ചാക്കരി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണെന്ന് ശറ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ചെയ്താൽ അങ്ങനെ ശറയിന്റെ പേര് ഇല്ലാത്തത് പറയലാണ്. പക്ഷെ ഒരാൾ എല്ലാ വർഷവും ഒരു ചാക്ക് അരി കൊടുക്കുന്നുണ്ട്, അതിന് വിരോധമില്ല. അപ്പൊ ഈ കാര്യങ്ങളെ നെല്ലും പതിരും വേർതിരിച്ച് വഹാബികൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഏതാണ് പാടില്ലാത്തത്, ഏതാണ് നമുക്ക് സമയവും രീതിയും ഒക്കെ മാറി ചെയ്യാൻ പറ്റിയത് എന്താണ് എന്ന് അവർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അതാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വധുവരന്മാരെ നമ്മുടെ കുടുംബങ്ങളൊക്കെ വിളിച്ച് സൽക്കരിക്കാറുണ്ട്. സൽക്കാരം എന്നത് ഇസ്ലാമിലെ ഒരു പുണ്യകർമ്മമാണ്. എന്നാൽ ആ കർമ്മം അവരാരും സ്വഹാബത്തൊന്നും അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞാൽ ആ വധുവരന്മാരെ ഒക്കെ എല്ലാ വീടുകളിലും വിളിച്ച് സൽക്കരിക്കുക എന്ന ഒരു രീതി അവരൊന്നും സ്വഹാബത്തോ താബീങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മളത് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രതിഫലം കിട്ടാൻ വേണ്ടിയാണല്ലോ. സ്വതക്ക പോലെ തന്നെ സ്വതക്ക നമ്മൾ അള്ളാന്റെ പ്രതിഫലത്തിനാണല്ലോ ചെയ്യേണ്ടത്. എന്നുപോലെ വിരുന്ന് സൽക്കാരങ്ങളൊക്കെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെയാ ചെയ്യേണ്ടത്. പക്ഷെ ആ കാര്യങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ ചെയ്ത രീതിയോ സമയങ്ങളോ അല്ലെങ്കിൽ അവരങ്ങനെ ഒരു കാര്യം തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇസ്ലാം പറഞ്ഞതിന്റെ പുറത്തല്ല. കാരണം ഖിയാഫത്ത് ഏത് സമയത്തും എങ്ങനെയും ചെയ്യാമെന്ന് ശറഅ് നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം സ്വഹാബത്ത് ചെയ്തോ അല്ലെങ്കിൽ താബീങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കേണ്ടതില്ല. അത് എപ്പോഴും ചെയ്യാമെന്ന് ശറഅ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശറഅിന്റെ അടിസ്ഥാനം അത് നമ്മളെ അനുവദിക്കുന്നുണ്ട്. ഇവിടെയാണ് ഈ ശറഅിന്റെ അടിസ്ഥാനങ്ങൾക്ക് വിരുദ്ധമായി ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇസ്ലാമിന്റെ പുറത്താകുന്നത്, ബിദ്അത്താകുന്നത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ ദീനിൽ ആരെങ്കിലും പുതിയതുണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു, കണ്ടോ, പുതിയതുണ്ടാക്കുമ്പോൾ തന്നെ അതിനൊരു ഉപാധി പറയുന്നു, മാ ലൈസ മിൻഹു, ഈ ദീനിൽ പെട്ടതല്ലാത്തത്. അപ്പോൾ ഈ ദീനിൽ പെട്ട പുതിയ കാര്യങ്ങൾ ഉണ്ട് എന്ന് അതിൽ നിന്ന് കൃത്യമായി ബോധ്യപ്പെടുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പുതിയതായി ചെയ്തതിന്റെ പേര് തെറ്റല്ല. പക്ഷെ ഈ ദീനിൽ പെടാത്ത അതിന്റെ അടിസ്ഥാനങ്ങളോട് എതിരായ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം പുതിയതായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തിന്മയാണ്. അതേസമയത്ത് ഇതിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ശറഅ് വ്യാപകമായി നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു പൊതു തത്വത്തിന് ഉള്ളിൽപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അതൊന്നും ബിദ്അത്തോ തിന്മയായോ മാറുകയില്ല. ഇതേ രൂപത്തിൽ തന്നെയാണ് നമ്മുടെ മരണപ്പെട്ടുപോയ ഉപ്പമാരുടെയും മഹാന്മാരുടെയും ഒക്കെ ഉറൂസ് ആണെങ്കിലും അവരുടെയൊക്കെ ആണ്ടുകളൊക്കെ കഴിക്കുന്നത് ഈ അർത്ഥത്തിൽ തന്നെയാണ്. അതൊന്നും ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യമല്ല. ഇനി അങ്ങനെ പൊതുവായി അനുവദനീയമായ കാര്യങ്ങൾ ഇന്ന സ്ഥലത്ത് പാടില്ല എന്ന് പറയണമെങ്കിൽ ആ പാടില്ല എന്ന് പറയുന്ന ആള് തെളിവ് സഹിതേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ നമുക്ക് വിരുന്ന് സൽക്കരിക്കാം, പക്ഷെ വിരുന്ന് സൽക്കരിക്കാൻ ഇന്ന ആളെ പാടില്ല അല്ലെങ്കിൽ ഇന്ന സമയത്ത് വിരുന്ന് സൽക്കാരം പാടില്ല എന്ന് പറയണമെങ്കിൽ നമുക്കതിന് വ്യക്തമായ തെളിവ് വേണം. പക്ഷെ ഈ ബദരീങ്ങൾ ആണ്ടിന് ആ ദിവസം ആണ്ടിന്റെ ദിവസം അത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഏത് അർത്ഥത്തിലാണ് ചെയ്യുന്നത്? ആ അർത്ഥത്തിൽ ചെയ്യുന്നതിന് യാതൊരു വിരോധമില്ല. പക്ഷെ അത് പാടില്ല എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനം അത് അനുവദനീയമാണ് എന്നാണ്. എന്നാൽ അതിന് ആരെങ്കിലും തിന്മയാണ് എന്ന് പറയുകയാണെങ്കിൽ അവർ തെളിവ് തരണം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, കോവിഡ് കാലത്ത് നമ്മൾ ഓക്സിജൻ പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് പണം ശേഖരിച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബത്തോ ചെയ്തിട്ടില്ല. എന്നാൽ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നൊരാൾ പറഞ്ഞു വരികയാണെങ്കിൽ അതേ തെളിവ് പറയണം. കാരണം ഈ പൊതുവായ സ്വതക്കകളും ഈ പരസ്പരമുള്ള ഗുണങ്ങളൊക്കെ അതെല്ലാം നിരുപാധികം അനുവദനീയമാണ്. പക്ഷേ ശറഅ് ഇന്ന സ്ഥലത്ത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മാത്രം ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഈ ആളുകളോട് ചോദിക്കുന്നത് ഈ ബദരീങ്ങളെ ആണ്ടിന് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പാടില്ല, ഈ അനുസ്മരണങ്ങൾ പാടില്ല, അല്ലെങ്കിൽ ആ സദക്ക അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുക എന്നത് ആ ദിവസം പാടില്ല, അല്ലെങ്കിൽ ബദരീങ്ങളാകുമ്പോൾ പാടില്ല എന്നൊക്കെ പ്രത്യേകമായ തെളിവ് വേണം. ഈ തെളിവില്ലാതെ പറയുന്നതൊക്കെ ഇസ്ലാമിൽ ബിദ്അത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ മൂന്ന് കാര്യവും ബദരീങ്ങളുടെ പേരിൽ അറുക്കുക എന്നതിന്റെ പേരിൽ മുസ്ലിമീങ്ങൾ കാഫിറാണെന്ന് പറയുന്നത് ബിദ്അത്താണ്. കാരണം ഇല്ലാത്ത ഒന്ന് ഇസ്ലാമിൽ ഉണ്ടാക്കലാണ്. ഈ ദിവസം അങ്ങനെ ഒരു കാര്യം പാടില്ല എന്ന് ഇസ്ലാം എതിർക്കാത്ത ഒരു കാര്യം ഒരാൾ എതിർത്ത് വരുമ്പോൾ ഇസ്ലാമിൽ ഇല്ലാത്ത നിയമം അവൻ ഉണ്ടാക്കുകയാണ്. അത് യഥാർത്ഥത്തിൽ ഒരു കടുത്ത ബിദ്അത്താണ്. പിന്നെ നമ്മൾ ഈ ബദരീങ്ങളുടെ ആണ്ടിലൂടെ പ്രത്യേകമായി അവരോടുള്ള മഹബത്ത്, ഈ മഹബത്ത് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവരുടെ ഒന്നും ഈമാനിലും അവരുടെ ഒന്നും തൗഹീദിലും ലോകത്താർക്ക് തർക്കമല്ലല്ലോ. ഉഹിബ്ബു സ്വാലിഹീന വലസ്തു മിൻഹും, ഞാൻ സ്വാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഞാൻ അതിനൊന്നും പറ്റിയ ആളല്ല, ഞാൻ സ്വാലിഹീങ്ങളിൽ പെട്ടവരല്ല എന്ന് ഷാഫി ഇമാം വളരെ താഴ്മയോടെ പറയാൻ. ലഅല്ലി അൻ അനാല ബിഹിം ശഫാ, എന്തിനാണ് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നത്? എനിക്ക് അവരുടെ ശുപാർശ ലഭിക്കാൻ വേണ്ടിയാണ്, അവരുടെ ശഫാഅത്ത് ലഭിക്കാൻ വേണ്ടിയാണ് എന്ന് ഈ മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറയുന്നു. ഇത് ധാരാളം അയിമ്മത്ത് അവരുടെ കിതാബിൽ പറയുന്നു. ഈ ബദരീങ്ങളെ നമ്മൾ ഇതുപോലെ ഇഷ്ടപ്പെടുന്നു, അത് മുഖേന നമുക്ക് അവരുടെ ശഫാഅത്ത് ലഭിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും തെറ്റല്ല എന്ന് മാത്രമല്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ധാരാളം മഹാനായ
അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം ആളുകൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത വിഷയം, അഞ്ചാമത്തെ കാര്യം ഇവർ പറയുന്നത് ശിർക്കാണ് എന്നാണ്. അതായത് നിങ്ങളുടെ മൗലിദുകളിലും മറ്റുമൊക്കെ ശിർക്കുകളുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ ഈ രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ ചില ആളുകൾ പറയും നിങ്ങൾ ഓതുന്ന മൗലിദിലൊക്കെ ഒരുപാട് ശിർക്കുണ്ട്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യേ, ഈ ശിർക്കൊന്നും ഇല്ലാത്തൊരു മൗലിദ് ഉണ്ടാക്കി നിങ്ങൾ ഇതുപോലെ ചെയ്യണം. ഈ വിസ്ഡം ജിന്ന് മുജാഹിദുകൾ ഉണ്ടല്ലോ, അവര് 2 വർഷം മുമ്പ് ബദരീങ്ങളുടെ ആണ്ടിന്റെ ദിവസത്തിൽ അവർ അനുസ്മരണ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. അത് നമ്മൾ ചോദിച്ചു, അപ്പൊ ഇത് തന്നെയല്ലേ ഞങ്ങളും ചെയ്യുന്നത്? ആ ദിവസത്തിൽ ആണ്ടിൽ തെരഞ്ഞെടുത്ത് നിങ്ങൾ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നു. മാത്രമല്ല അവരുടെ അപ്പുറത്തുള്ള KN മുജാഹിദ് അവരെ നന്നായി കശക്കി എറിഞ്ഞു. ഇപ്പോ സുന്നികൾ ചെയ്യുന്നത് നിങ്ങളും ചെയ്യുന്നില്ലേ എന്ന്. ഇപ്പോ അതൊന്നും അനുസ്മരണ പ്രഭാഷണങ്ങൾ ആ ദിവസം പ്രത്യേകം ഞാൻ കാണുന്നില്ല, അതൊക്കെ നിർത്തിവെച്ചു എന്നാണ് തോന്നുന്നത്. അപ്പൊ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു എന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത്, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ മൗലിദ് ശിർക്കില്ലാത്തത് നിങ്ങൾ ചെയ്ത് അന്നദാനം ചെയ്ത് സദക്കയൊക്കെ കൊടുത്ത് ബദരീങ്ങളുടെ പേരിൽ ശിർക്കില്ലാത്തൊരു മൗലിദൊക്കെ ഓതി നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ മാതൃക കാണിക്കുക. അതും അല്ലെങ്കിൽ നിങ്ങൾ ഈ ബദരീങ്ങൾ ആണ്ട് കഴിക്കണം, അതെല്ലാവരും നല്ല കാര്യമാണ്, അതിന് പ്രതിഫലം ഉണ്ടാവും എന്ന് നിങ്ങൾ പ്രസംഗിക്കുക. പക്ഷെ ശിർക്ക് ഒഴിവാക്കണം എന്നുകൂടെ നിങ്ങൾ പറഞ്ഞോളി. അത് പറഞ്ഞാൽ നമ്മുടെയായിട്ടുള്ള തർക്കങ്ങളുടെ എണ്ണം കുറയാണല്ലോ. കാരണം ആണ്ട് എന്നത് വിഷയം തർക്കമല്ല, ശിർക്ക് എന്ന് പറഞ്ഞ തർക്കത്തിലേക്ക് മാത്രം ഒതുങ്ങും. അതുപോലെ നബിദിനാഘോഷം നമ്മൾ ഈ രൂപത്തിൽ വിശദീകരിച്ചപ്പോൾ അതിന് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഓതുന്ന മൗലിദിൽ മങ്കൂസിൽ ശിർക്കുണ്ട്, എന്നാൽ നിങ്ങൾ ശിർക്കില്ലാത്തത് ഓതി നിങ്ങൾ അത് കഴിക്കണം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ എണ്ണം കുറയുകയാണ്. അപ്പൊ നബിദിനും നമുക്ക് ആഘോഷിക്കാം, അതേ സമയത്ത് ശിർക്കുള്ളതാവരുത് എന്നൊരു കാര്യം മാത്രമല്ലേ വരുള്ളൂ. അപ്പൊ നമ്മുടെ ഈ അഭിപ്രായ വ്യത്യാസം എണ്ണം ചുരുങ്ങി വരും, ശിർക്ക് എന്നത് മാത്രമായി വരും. അപ്പോൾ നമുക്ക് അത് മാത്രം ചർച്ച ചെയ്താൽ മതിയല്ലോ. അങ്ങനെ മുജാഹിദ് പള്ളികളിലൊക്കെ ബദരീങ്ങളാണ്ട് റമദാൻ 15 ശിർക്കില്ലാത്ത മൗലിദ് ഓതുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ബദരീങ്ങളാണ്ട് കഴിച്ചോളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ശിർക്കാണോ അല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഇവിടെ ഞാൻ പ്രധാനമായും പറയുന്നത് വഹാബി പ്രസ്ഥാനത്തിന് ശിർക്ക്, അതായത് ഇതുവരെ ഈ ബിദ്അത്ത് എന്ന് പറയുന്നിടത്ത് അബദ്ധം പറ്റിയ പോലെ ശിർക്ക് എന്ന വിഷയത്തിൽ അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. ഈ വഹാബിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാല ഖവാരിജുകളാണ്. അതായത് ഇസ്ലാമിൽ ആദ്യം ഉടലെടുത്ത ഒരു ബിദ്അത്തിന്റെ കക്ഷിയാണ് ഖവാരിജുകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ ഖവാരിജിന്റെ എല്ലാ അടയാളങ്ങളും ഗുണങ്ങളും അതേപോലെ ഒരു സ്കെച്ച് ചെയ്തു വെച്ച ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലങ്ങളിലുള്ള ഈ സലഫി മൂവ്മെന്റ്, അല്ലെങ്കിൽ ഭീകര സലഫി തീവ്രവാദികൾ, അല്ലെങ്കിൽ സലഫി വിഭാഗങ്ങളൊക്കെ ഒന്നൊക്കെ അറിയപ്പെടുന്നത്. നോക്കൂ, നിങ്ങൾ ഇബ്നു കസീർ പറയുകയാണ്, ഫൈന അവ്വല ബിദ്അത്തിൻ വഖഅത്ത് ഫിൽ ഇസ്ലാമി ഫിത്നത്തുൽ ഖവാരിജ്. ആദ്യമായി ഇസ്ലാമിൽ ഉണ്ടായ ബിദ്അത്ത് അത് ഫിത്നത്തുൽ ഖവാരിജ്, ഖവാരിജുകളുടെ ഫിത്നയായിരുന്നു എന്ന് കാണാം. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ക്ലിയർ ആയിരിക്കും, പക്ഷെ അതിന്റെ ലക്ഷ്യമൊക്കെ വലിയ ഫിത്നയായിരിക്കും. സ്റ്റേറ്റ്മെന്റ് ക്ലിയർ ആയിരിക്കും. ഉദാഹരണത്തിന് അവർ ആദ്യമായി ഉന്നയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഗനീമത്ത്, യുദ്ധം കഴിഞ്ഞു ഗനീമത്ത് ഓഹരി വെക്കുന്ന സമയത്ത് അവിടെ റസൂലുള്ളാഹി പറഞ്ഞു, എഴുതിൽ യാ മുഹമ്മദ്, മുഹമ്മദെ നീതി പാലിക്കണം. നീതി പാലിക്കണം എന്നതിൽ അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീതി പാലിച്ചിട്ടുണ്ട്. അവിടെയാണ് അവർ എന്ത് ചെയ്യണത്? നീതി പാലിക്കണം എന്ന് പറയുന്നത്. ഏതുപോലെ തൗഹീദുള്ള ആളുകളോടാണ് അവർ തൗഹീദ് പഠിപ്പിക്കുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു ഈ ഖവാരിജുകളുടെ അടയാളം എന്നതാണ് ഞാൻ പറയുന്നത്. അതിന് ഒന്നാമത്തെ കാര്യം, അവര് മറ്റുള്ള മുസ്ലിമീങ്ങളെ എല്ലാം കുഫ്ർ ആരോപിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശിർക്ക് ആരോപിക്കുന്നവരാണ്. അതായത് അവരല്ലാത്തവരെല്ലാം ഇസ്ലാമിന് പുറത്താണ് എന്ന വിശ്വാസം വെച്ച് പുലർത്തുന്നവരാണ്. അതായത് അവരല്ലാത്തവരുടെ കാഴ്ചപ്പാടുകളെല്ലാം ശിർക്കിന്റെ കാഴ്ചപ്പാടാണ് എന്ന് വെച്ച് പുലർത്തുന്നവരാണ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഈ ആദ്യം ഇസ്ലാമിൽ ഉടലെടുത്ത ആദ്യ വിഭാഗമായ ഖവാരിജുകൾ അവര് സ്വഹാബാക്കളെ എല്ലാം, അവരല്ലാത്ത എല്ലാ ആളുകളെയും ഇസ്ലാമിന് പുറത്താണ് എന്ന് അവർ പ്രഖ്യാപിച്ചു. ആ കൂട്ടത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് പുറത്താണ് എന്ന് അവർ പറഞ്ഞു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ താരീഖ് തൊബരിയിൽ കാണാം, അവര് പള്ളിയിൽ പല ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ഖുത്ബ നിർവഹിക്കുമ്പോൾ അവർ വിളിച്ചു പറഞ്ഞു അലി റളിയല്ലാഹു അൻഹുവിനോട്, യാ അലി അൻത കാഫിർ, നിങ്ങൾ കാഫിറാണ്. ഫഖദ് ഹക്കംത റിജാലൻ ഫീ ദീനില്ല, അള്ളാന്റെ ദീനിൽ നിങ്ങൾ ചില വിധികർത്താക്കളെ നിങ്ങൾ നിയമിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിന് പുറത്തു പോയിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ആ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വേണ്ടി അവരത് സംഘടനത്തിലേക്ക് വരെ പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മനുഷ്യർ എന്ന നിലയിൽ ഉണ്ടാകും. പക്ഷെ അതൊക്കെ നമ്മൾ മസ്നത്താകണം. എന്നും അഭിപ്രായ വ്യത്യാസങ്ങളുമായി പോകാൻ പാടില്ല. ഇപ്പൊ സുന്നികൾ പല സംഘടനകളായി വിഘടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആ കാര്യങ്ങളൊക്കെ മാറ്റി അതൊക്കെ മസ്നത്തിലൂടെ നമ്മൾ ഒന്നാകണം. അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെയും ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി
രണ്ട് മധ്യവർത്തികളെ നിയോഗിച്ചു. ഒന്ന് അബൂ മൂസൽ അശ്അരി, മറ്റൊന്ന് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ ആളുകളെ നിയമിക്കുകയും അവര് തീരുമാനം എന്താണോ എടുക്കുന്നത് അത് നമ്മളൊക്കെ അംഗീകരിച്ച് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം എന്നാണ്. അപ്പോഴാണ് ഖവാരിജികൾ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, ഒരു വിധി പറയാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ. ശറഅാണ് വിധി പറയേണ്ടത്. നിങ്ങൾ ഈ രണ്ടുപേരുടെയും വിധി പറയാൻ അവരെ നിയോഗിക്കുകയും അവരുടെ വിധിയിൽ തൃപ്തിപ്പെടാമെന്ന് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ അംർ ഇബ്നുൽ ആസും അബൂ മൂസൽ അശ്അരിയും അവർ ഇസ്ലാം എന്ന് പുറത്താണ്. അലി റളിയല്ലാഹു അൻഹുവും മുആവിയ റളിയല്ലാഹു അൻഹുവും പുറത്താണ്. അവരെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ സ്വഹാബാക്കളും ഇസ്ലാം എന്ന് പുറത്താണ്. എന്താ കാരണം? പരിശുദ്ധ ഖുർആനെതിരാണ് നിങ്ങൾ ചെയ്തത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത് എന്ന് പറയുന്ന ഗുണം, അള്ളാഹുവിന്റെ സിഫത്ത്, അതിൽ നിങ്ങൾ പങ്കുചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവോട് പറയുകയാണ് ലഇൻ അശറക്ത ലയഹ്ബതന്ന അമലുക്, അതായത് നിങ്ങൾ ശിർക്ക് വെച്ചാൽ നിങ്ങളുടെ അമല് പൊളിഞ്ഞു പോകുമെന്ന് പറയുന്ന ആയത്ത് മഹാനായ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിനോടാണ് ഖവാരിജികൾ ഓതിയത്. അപ്പോ ഈ ആയത്തുകളൊക്കെ നമ്മോട് ഇവർ മുശ്രിക് എന്ന് പറഞ്ഞ് ഓതുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു വലിയ കാര്യമല്ല. ഈ വിഭാഗം ഖവാരിജികൾ ഏത് കാലത്തും, അതായത് സ്വഹാബത്തിന്റെ മുന്നിൽ വരെ ഓതാൻ ധൈര്യപ്പെട്ട ആളുകളാണ്. പക്ഷെ അതിന്റെ പേരിൽ ആ സ്വഹാബാക്കളൊക്കെ മുശ്രിക്കാണ് എന്ന വാദമല്ലല്ലോ, അവരാണ് യഥാർത്ഥ മുവഹിദുകൾ. പക്ഷെ ഇവർ ഖുർആൻ പറഞ്ഞതിനെ കൃത്യമായി മനസ്സിലാക്കാത്തതാണ്. ഇത് പറഞ്ഞുകൊണ്ട് പണ്ഡിതർ പറയുന്ന ഒരു കാര്യമാണ് ഖവാരിജികളുടെ അടയാളം. മാത്രമല്ല അബ്ദുൽ ഖാഹിർ ബഗ്ദാദി അവിടുത്തെ അൽ ഫർഖു ബൈനൽ ഫിറഖ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഏകദേശം 4-5 നൂറ്റാണ്ടുകൾ ജീവിച്ച മഹാനാണ്. അദ്ദേഹത്തിന്റെ ആ ഗ്രന്ഥത്തിൽ എല്ലാ ഇസ്ലാമിൽ ഉടലെടുത്ത എല്ലാ പിഴച്ച കക്ഷികളെ എണ്ണി പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറയുന്ന ഇഫ്തറഖത്തിൽ ഖവാരിജ്, ഖവാരിജികൾ ഇങ്ങനെ ഗ്രൂപ്പുകളായി 20 ഫിർഖ, 20 ഗ്രൂപ്പുകളായി മാറിയിട്ടുണ്ട്. കുല്ലു വാഹിദത്തിൻ തുകഫിറു സായിറഹ എന്നാണ്. ഓരോ ഗ്രൂപ്പും അവരുടെ അപ്പുറത്തുള്ള ഗ്രൂപ്പുകളെല്ലാം ഇസ്ലാമിന് പുറത്താണ്, അവരുടെ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ്, കുഫറിന്റെ വിശ്വാസമാണ് എന്ന് വാദിക്കുന്നവരായിരുന്നു. അതായത് ഈ ആളുകൾ ഖവാരിജികൾ അവരല്ലാത്തവരെല്ലാവരെ കുറിച്ചും അവരൊക്കെ ശിർക്കിന്റെയും കുഫറിന്റെയും വാദമാണ് ഉള്ളത് എന്നാണ് അവർ വിശ്വസിച്ചത്. ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ വഹാബികൾ. നോക്കൂ നിങ്ങൾ, വഹാബികൾ തന്നെ 2-3 ഗ്രൂപ്പുകളുണ്ട്. ഒന്ന് ജിന്നുകൾ എന്നറിയപ്പെടുന്ന വിസ്ഡം ഗ്രൂപ്പ്, അതുപോലെ KNM, അതുപോലെ മർക്കസുദ്ദാവ. ഈ വിസ്ഡം ഗ്രൂപ്പ് പറയുന്നത് അവരല്ലാത്തവരെല്ലാം, അതായത് ഈ KNM ഗ്രൂപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഇവിടെയുള്ള മർക്കസുദ്ദാവ ഗ്രൂപ്പ് ആണെങ്കിലും സുന്നികളുടെ എല്ലാ വിഭാഗം ആളുകളും അവരല്ലാത്തവരെല്ലാം അവരല്ലാത്തവരുടെ ഒക്കെ വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കിന്റെയും കുഫറിന്റെയും വിശ്വാസമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഇനി KNM എടുത്താലോ അവർ പറയുന്ന ജിന്ന് എന്നറിയപ്പെടുന്ന വിസ്ഡം ആണെങ്കിലും മർക്കസുദ്ദാവ ആണെങ്കിലും ഈ KNM അല്ലാത്ത എല്ലാ വിഭാഗങ്ങളും ഇസ്ലാമിന്റെ പുറത്തു പോകുന്ന ശിർക്കൻ വിശ്വാസമുള്ളവരാണ് എന്നാണ് അവരും വിശ്വസിക്കുന്നത്. ഇനി മർക്കസുദ്ദാവ എടുത്താൽ അവരല്ലാത്തവരെല്ലാം, അതായത് KNM-ഉം വിസ്ഡം ജിന്ന് വിഭാഗവും പിന്നെ ബാക്കിയുള്ള സുന്നികളും അവരല്ലാത്ത ആരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ടോ അവരൊക്കെയും, അതായത് അവരുടെ ആദർശം വെച്ച് പുലർത്താത്ത ആളുകളെല്ലാം ഇസ്ലാമിന് പുറത്തു പോകുന്ന ശിർക്കൻ വിശ്വാസം, കുഫറിന്റെ വിശ്വാസം ഉള്ളവരാണ് എന്നവർ പ്രഖ്യാപിച്ചു. ഈ വിശ്വാസം തന്നെയായിരുന്നു ഖവാരിജികളും വെച്ച് പുലർത്തിയത്. അവരുടെ ഈ ഒരു വിശ്വാസം, അതായത് അവർ ഖുർആനിൽ നിന്ന് ഇത് അള്ളാഹുവിന്റെ ഹാക്കിമിയത്ത് എന്ന സിഫത്തിൽ പങ്കുചേർക്കലാണ്. സഹാബത്തെല്ലാം ഈ വിധികർത്താക്കളെ നിശ്ചയിക്കലിലൂടെ അവരൊക്കെ അള്ളാഹുവിന്റെ ഗുണത്തിൽ അവർ സൃഷ്ടികളെ പങ്കുചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ വിശ്വാസങ്ങളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്ന ഒരു പ്രസ്താവന ഇറക്കിയ ആദ്യ വിഭാഗമാണ് ഈ ഖവാരിജികൾ എന്നറിയപ്പെടുന്നത്. ഇത് എത്രമാത്രം നമ്മുടെ നാട്ടിലെ വഹാബികളുമായി ബന്ധപ്പെടുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ സുന്നികൾ ആരും, അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ പറയുന്ന വഹാബി ഗ്രൂപ്പുകൾ അല്ലാത്ത ആരും, ഇവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഒക്കെ വിശ്വാസം ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന വിശ്വാസമാണ് എന്ന് നമ്മൾ ആരും പ്രഖ്യാപിച്ചിട്ടില്ല. ഏതെങ്കിലും വ്യക്തികളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അവിടെ ഇസ്ലാമിന് പുറത്തു പോകുന്ന എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ഇസ്ലാമിന് പുറത്തു പോകും. വ്യക്തികളെ സംബന്ധിച്ചല്ല ഇവിടെയുള്ള പരാമർശം. നേരെ മറിച്ച് ഖവാരിജ് പറഞ്ഞത് അവരല്ലാത്ത, അവരുടെ ആശയം അല്ലാതെ വിശ്വസിക്കുന്ന ആശയക്കാരെല്ലാം ശിർക്ക് വിശ്വസിക്കുന്നവരാണ്, കുഫർ വിശ്വസിക്കുന്നവരാണ് എന്നാണ്. ഈ വാദം യഥാർത്ഥത്തിൽ കേരളത്തിലെ വഹാബികൾക്കുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമല്ല. രണ്ടാമത് ഖവാരിജികളുടെ അടയാളം മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയുടെ ഉള്ളിൽ കൊണ്ടുവന്നു. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് അവിടുന്ന് പറഞ്ഞു ഇന്തലഖു ഇല ആയാത്തിൻ നസറത്ത് ഫിൽ കുഫാർ, അതായത് മക്കയിലെ മുശ്രിക്കുകളിൽ അവതരിച്ചിരുന്ന ആയത്തുകൾ, ആ ആയത്തുകൾ ജഅലൂഹ അലൽ മുഅ്മിനീൻ, അതിനൊക്കെ അവർ മുഅ്മിനീങ്ങളുടെ മേൽ വ്യാഖ്യാനിക്കും. ഞാൻ പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു കാഫിറാണ്, മുആവിയ റളിയല്ലാഹു അൻഹു കാഫിറാണ്, തുടങ്ങിയിട്ടുള്ള സ്വഹാബാക്കളൊക്കെ കാഫിറാണ് എന്ന് പറയാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകളാണ് അവർ ഉപയോഗപ്പെടുത്തിയത്. ഈ കാര്യം ഇന്ന് ആരാണ് ചെയ്യുന്നത്? മക്കാ മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്ത് തന്നെയാണ് ഇവിടെ അവരല്ലാത്തവർ ആരൊക്കെയുണ്ടോ, അതായത് ജിന്ന് മുജാഹിദുകളാണെങ്കിൽ
അവരുടെ KNM കുറിച്ചും മർക്കസു ദഅവയെ കുറിച്ചും ഒക്കെ ഓതുന്ന ആയത്തുകൾ അന്നൽ മസാജിദ ലില്ല ഫലാ തദഉ മഅല്ലാഹി അഹദ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അപ്പുറത്തുള്ള ആളുകളുടെ വിശ്വാസമൊക്കെ കുഫറിന്റെയും ശിർക്കിന്റെയും വിശ്വാസമാണ് എന്ന് പറയാൻ ഇവർ ഓതുന്നത്. ഇതേ ആയത്ത് തന്നെയാണ് ജിന്നു മുജാഹിദ് ഇസ്ലാം എന്ന് പുറത്താണെന്ന് പറയാൻ KNM ഓതിക്കൊണ്ടിരിക്കുന്നത്. അതായത് മക്ക മുശ്രിക്കുകളിൽ അവതരിച്ച ആയത്തുകളെല്ലാം മൂമിനീങ്ങളുടെ മേൽ വെച്ച് കെട്ടുക എന്ന സ്വഭാവം അത് ആരാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് അത് പ്രത്യേകം പറയേണ്ട കാര്യമല്ല. ഇപ്പൊ നമ്മളൊക്കെ സുന്നികൾ സമസ്തക്കാർ മുശ്രിക്കാണ്, അവർ ശിർക്കൻ വിശ്വാസമാ വെച്ച് പുലർത്തുന്നത് എന്ന് പറയാൻ ഈ ഖവാരിജികൾ ഏത് ആയത്തുകളാണോ ഖുർആനിൽ ഉപയോഗിച്ചത്, മക്ക മുശ്രിക്കുകളുടെ മേൽ അവതരിച്ച ആയത്തുകളാണ്, അത് തന്നെയാണ് ഇവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ അടയാളം വളരെ കൃത്യമായി ഈ നമ്മുടെ നാട്ടിലെ വഹാബികളിലും കാണാൻ സാധിക്കും. മൂന്നാമത്തെ അടയാളം അവർ യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അബദത്തൽ ഔസാൻ, മുസ്ലിമീങ്ങളെ അവർ കൊന്നെടുക്കും, അതേ സമയത്ത് മുസ്ലിങ്ങളുടെ ശത്രുക്കളെ അവർ രക്ഷിക്കാനുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ അജണ്ടകളും അവർ ഉള്ളിലൂടെ എടുത്തുകൊണ്ടിരിക്കും. ഇവിടെയുള്ള നമുക്കറിയാം IS ആണെങ്കിലും അതുപോലെ അൽ-ഖായിദ ആണെങ്കിലും ഇതൊക്കെ സെലഫി വിശ്വാസക്കാരാണ്, ഈ ആദർശക്കാരാണ് എന്നതിൽ ലോകത്താർക്കും സംശയമില്ല. അവര് തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അവര് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വഹാബികളുടെ ആചാര്യനും സ്ഥാപകനുമായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് തന്നെയാണ് അവര് സിറിയയിലും ഇറാഖിലും ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയത്. അതായത് വഹാബി ആശയം, സെലഫി ആശയമാണ് അവരും വെച്ചു പുലർത്തുന്നത്. നമ്മുടെ ഏതെങ്കിലും സംഘടനയുടെ ഇംഗ്ലീഷ് പേരല്ല നമ്മളിവിടെ എടുക്കുന്നത്. ആ ഒരു ആശയധാരയുള്ള ആളുകൾ, അവർക്കാണ് ഖവാരിജ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ആ വിഭാഗം ആളുകൾ നോക്കൂ നിങ്ങൾ, ലിബിയയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി, ഇറാഖിലുണ്ടാക്കി, അതുപോലെ തന്നെ യമനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സിറിയയിൽ ഉണ്ടാക്കി, ഇങ്ങനെ തുടങ്ങി മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇറാനിലും IS പൊട്ടിച്ചു. അതായത് ഈ ഇസ്ലാമിക വിരുദ്ധ ചെറിയ സപ്പോർട്ട് ചെയ്യുകയും മുസ്ലിം രാഷ്ട്രങ്ങളെ തകരാറിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പന്തലിച്ച ഇസ്ലാമിക സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ, തുർക്കികൾ ഭരിച്ച ഉസ്മാനിയ ഭരണം എന്നറിയപ്പെടുന്നത്. എന്നാൽ ഈ ഉസ്മാനിയ ഭരണത്തെ തകർക്കാൻ വേണ്ടി ഇതേ വിഭാഗം, ഈ വഹാബികൾ തന്നെയാണ് അതിന് ചുക്കാൻ വെച്ചിട്ടുള്ളത്. ഇത് കുറഞ്ഞ പേജുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇതൊന്നുമല്ല, ഇത് ഈ ധാരാളം ഏകദേശം 100 കണക്കിന് പേജുകൾ വഹാബി പ്രസ്ഥാനത്തിന്റെ തുടക്കകാലത്ത് അവരുടെ രാഷ്ട്രം ഭരിച്ചിരുന്ന ഭരണകർത്താക്കൾ, ഈ ബ്രിട്ടന്റെ അധികാരികൾക്ക് ഈ ഉസ്മാനിയ ഭരണകൂടത്തെ തകർക്കാൻ വേണ്ടി എഴുതിയ കത്തുകളാണ് ഇതൊക്കെ. ഈ കത്തുകൾ ഇത് ധാരാളം ഉണ്ട് ഇനിയും. ഇത് ഇപ്പോഴും ബ്രിട്ടനിൽ അവർ അതിന്റെ കോപ്പികൾ സൂക്ഷിക്കുന്നുണ്ട്. അത് വേണ്ട ആളുകൾക്ക് സൈറ്റിൽ പോയി സെർച്ച് ചെയ്താൽ ലഭിക്കുന്ന കാര്യവുമാണ്. അങ്ങനെ അവർ കൊന്നത് തോയിഫിൽ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, മക്കയിലും മദീനയിലും അവർ ആയിരക്കണക്കിന് ആളുകളെ കൊന്നു, അതുപോലെ തന്നെ ഇറാഖിൽ. ഞാൻ ഈ പറയുന്നത് ഈ സലഫി പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ വഹാബിസത്തിന്റെ തുടക്കമാണ്. അതായത് ഇബ്നു അബ്ദുൽ വഹാബ് ഹിജാസിൽ, റിയാദിൽ, അതായത് നജിദിൽ കടന്നു വരുന്ന കാലഘട്ടങ്ങളിൽ മക്കയിലേക്കും ത്വായിഫിലേക്കും മദീനയിലേക്കും ഇറാഖിലേക്കും ഒക്കെ ബ്രിട്ടീഷുകാരന്റെ സപ്പോർട്ടോടുകൂടെ അവരുടെ ആയുധം വാങ്ങി മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. ആ സമയത്ത് 100 കണക്കിന് ആളുകളെയാണ് അവർ കൊന്നൊടുക്കിയിട്ടുള്ളത്. മക്കയുടെയൊക്കെ ചരിത്രം, ഹിജാസിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം ഇന്ന് ഗസയിലുള്ള ആളുകളുടെ അതേ അവസ്ഥ. അതായത് ശവങ്ങളെ തിന്നേണ്ട ഒരു ഗതി വരെ ആ ആളുകൾക്ക്, അതായത് അഹ്ലുൽ ഹറമേനിൽ ജീവിക്കുന്ന ആളുകൾക്ക് അവർ ഉപരോധം ഏർപ്പെടുത്തി. ഇന്ന് ഇസ്രായേല് വിജയിക്കാൻ കഴിയാതെ പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി അവരെ വളഞ്ഞ് അവരെ പട്ടിണിക്കിട്ട് അവർ ജയിക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാൻ. ആ രൂപത്തിൽ പട്ടിണിക്കിട്ട ചരിത്രം ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുകയും മുസ്ലിങ്ങളുടെ ശത്രുക്കളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ്. ഇത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇത് മാത്രമല്ല, നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു, ഇത് ജലാലൈനിയുടെ വിശദീകരണം, തഫ്സീറുൽ ജലാലൈനി, ഖുർആന്റെ വ്യാഖ്യാനമായ വിശദീകരണമായ തഫ്സീറുൽ ജലാലൈനി, അതിന്റെ വിശദീകരണം മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതാണ്. അവിടെ ഒരു ആയത്തിന് വിശദീകരണം നൽകുകയാണ്. അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. അഫമൻ സുയ്യിന ലഹു സൂഉ അമലി, അവന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ, അവനത് തൗഹീദിന്റെ പ്രചരണമാണ് എന്നവൻ വിചാരിക്കും. അങ്ങനെ ഫറആഹു ഹസന, ആ തിന്മകളെ മുസ്ലിങ്ങളെയൊക്കെ മുശ്രിക്കാക്കി നമ്മൾ യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാണ്, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫറആഹു ഹസന, അവനത് നല്ലതാണ് എന്നാ വിചാരിക്കുന്നത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജ്. ഈ ആയത്ത് ഇറങ്ങിയിരിക്കുന്നത് ഖവാരിജുകളിലാണ്. ഇത് ആ തഫ്സീറിന്റെ ഒരു പേജ് ഞാൻ കോപ്പി എടുത്തതാണ്. ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജ്. ഈ ആയത്ത് ഇറങ്ങിയത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഖവാരിജുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിലാണ്. അല്ലദീന യുഹരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന
ഖുർആനെയും സുന്നത്തിനെയും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകളാണ് അവർ. യഥാർത്ഥ അർത്ഥത്തിൽ നിന്നും തെറ്റി അവരെ ദുർവ്യാഖ്യാനം ചെയ്യും. മുസ്ലിമീന അമ്പാലവും, ഇതുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്നത് മുസ്ലിമീങ്ങളുടെ സമ്പത്തും മുസ്ലിമീങ്ങളുടെ രക്തവുമാണ്. എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളെ കൊല്ലുകയാണ്. എത്രമാത്രം കൃത്യമാണ് നോക്കൂ നിങ്ങൾ. ഈ വഹാബിസത്തെ കൊണ്ടുവരുമ്പോൾ യൂറോപ്പ്, ബ്രിട്ടൻ എത്രമാത്രം വലിയ ദീർഘദൃഷ്ടിയോടുകൂടിയാണ് ഈ ഗ്രൂപ്പിനെ ഉണ്ടാക്കിയത്. അതായത് മുസ്ലിങ്ങളിൽ തന്നെ അവരല്ലാത്തവരെയൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ഒരു ആശയം ഒരു വിഭാഗത്തിന്റെ മനസ്സിൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് ആ മുസ്ലിം രാഷ്ട്രങ്ങളിൽ തന്നെയുള്ള ഭരണകൂടത്തിനെയും അവരല്ലാത്തവർക്കെതിരെയൊക്കെ യുദ്ധം ചെയ്യുകയും അവരെ കൊന്നുകളയാനും അവർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ രൂപത്തിൽ ഖുർആനെ വ്യാഖ്യാനിച്ചെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനു വേണ്ടിയാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ അവർ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഈ കാണുന്നത് ഇറാഖ് ഭരിച്ചിരുന്ന സദ്ദാം ഹുസൈൻ, അദ്ദേഹം 2002 രഹസ്യാന്വേഷണ വിഭാഗത്തിനെ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് അറബിയിൽ ഇത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഇംഗ്ലീഷ് കോപ്പിയാണ്. ഇതിൽ വഹാബിസത്തെ കുറിച്ച് പറയുമ്പോൾ, വഹാബിസവും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ബന്ധം പറയുമ്പോൾ ഇവിടെ പറയാണ്, അബ്ദുൽ വഹാബ് വാസ് അപ്രോച്ച്ഡ് ടു ഫുൾഫിൽ എ ബ്രിട്ടീഷ് പ്ലാൻ. യഥാർത്ഥത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിനെ അവർ ഉപയോഗിച്ചത് ബ്രിട്ടീഷുകാരുടെ പ്ലാൻ നടപ്പാക്കാൻ വേണ്ടിയാണ്. എന്താണ് അവർ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ അവർ നേടിയെടുത്ത 2 കാര്യങ്ങൾ? കാരണം ആ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തായിഫിലുള്ള മുസ്ലിമീങ്ങളെ കൊല്ലാൻ കഴിയുക. മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം നയിക്കാൻ, അവരെ കൊന്നുകളയാൻ ഈ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് അവരുടെ പ്ലാൻ നടപ്പാക്കണമെങ്കിൽ ഈ 2 കാര്യം വേണം. നോക്കൂ നിങ്ങൾ, എന്തായിരുന്നു അവർ ചെയ്തത്? ജസ്റ്റിഫൈ കില്ലിംഗ് ദം, മുസ്ലിമീങ്ങളെ കൊല്ലാനുള്ള ന്യായങ്ങൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തണം. അതുപോലെ ആൻഡ് റോബിംഗ് ദെയർ മണി, അവരുടെ സമ്പത്ത് കൊള്ളയടിക്കാനുമുള്ള ന്യായം ഖുർആനിൽ കണ്ടെത്തണം. അപ്പോൾ ഇവരൊക്കെ ഇസ്ലാമിന് പുറത്താണ്, അവർ മുശ്രിക്കുകളാണ്, അവരൊന്നും മുവഹിദുകളല്ല എന്ന് പറയുമ്പോൾ അവരോട് യുദ്ധം ചെയ്യാനുള്ള ന്യായം ഇവർക്കുണ്ടാവുകയാണ്. അങ്ങനെയാണ് ലിബിയയിലും അതുപോലെ തന്നെ ഇറാഖിലും സിറിയയിലും യമനിലും ഒക്കെ ഈ ആളുകൾ, ഈ IS പോലുള്ള ആളുകൾ മുസ്ലിങ്ങൾക്ക് നേരെ തന്നെ യുദ്ധം ചെയ്തത്. ഒരുപാട് മുസ്ലിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് സിറിയയിലും ഇറാഖിലും അതുപോലെ തന്നെ യമനിലും ഒക്കെ ഈ വിഭാഗങ്ങളാൽ കൊല ചെയ്യപ്പെട്ടത്. ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. യസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ രക്തം അനുവദനീയമാണെന്ന് വരുത്തുക, വഅംവാലഹും, അവരുടെ സ്വത്തുക്കളും. ഇത് പറഞ്ഞിട്ട് മഹാനവറുകൾ പറയാണ്, ലിമാ ഹുവ മുശാഹദുൻ അൽ ആൻ ഫീ നവാഇരിഹിം, അന്ന് പഴയ കാലത്തെ ഖവാരിജികൾ, അതായത് സ്വഹാബത്തിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞു ആദ്യം ഉടലെടുത്ത ഖവാരിജികൾ, ആ ഖവാരിജികളുടെ അതേ തുല്യമായ വിഭാഗത്തിനെ ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. വഹും ഫിർഖത്തും ബി അർദിൽ ഹിജാസ്, ഹിജാസിൽ ഇന്ന് ഹിജാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ഒരു വിഭാഗമാണ് അവർ. ഇന്ന് ഖവാരിജികൾ അവരാണ്. യുഖാലുലഹും, അവർക്ക് പറയപ്പെടും അൽ വഹാബിയ, അവർക്കാണ് വഹാബികൾ എന്ന് അറിയപ്പെടുന്നത്. യഹ്സബൂന, അവർ വിചാരിക്കും അന്നഹും അലാ ഷൈഇൻ, നോക്കൂ നിങ്ങൾ, അവർ വിചാരിക്കുന്നത് തൗഹീദാണ് ഞങ്ങൾ പറയുന്നത്, എന്തുമാത്രം ഇസ്ലാമിന്റെ അകക്കാമ്പിനെ പ്രചരിപ്പിക്കാനാണ് ഞങ്ങൾ ഈ ത്യാഗം സഹിക്കുന്നത് എന്ന് അവര് വിശ്വസിക്കും. അവരുടെ അണികളും സാധുക്കൾ അങ്ങനെ കരുതും. അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, അറിയണേ അവർ കള്ളന്മാരാണ്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ, ശൈത്താൻ അവരുടെ മേൽ അധികാരം ചുമത്തി. ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവർ ശൈത്താന്റെ കക്ഷികളാണ് എന്ന് മഹാനായ ഇമാം സ്വാബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സമസ്തക്കാരോ അല്ലെങ്കിൽ ഇവിടെയുള്ള സുന്നികളോ എഴുതി വെച്ചതല്ല. ഇദ്ദേഹം മക്കയിൽ തന്നെ ഉണ്ടായിരുന്ന, അവിടെ മക്കയിൽ ജീവിച്ചിരുന്ന വലിയ പണ്ഡിതനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഷിർക്ക് എന്ന് പറയുന്ന കാര്യം അത് മുസ്ലിമീങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമല്ല. കാരണം അവർ ഷിർക്ക് എന്ന് പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കാൻ വേണ്ടി ഖവാരിജികൾ എന്ത് ആയത്തുകളും എന്ത് ഗവേഷണവും എന്ത് തൗഹീദുമാണോ മനസ്സിലാക്കിയത്, അതേ അബദ്ധജടിലമായ തൗഹീദാണ് വഹാബികളുടെ അടുക്കലുള്ളത്. മാത്രമല്ല, നമ്മുടെ പേരിൽ നമ്മൾ മുശ്രിക്കാണെന്ന് പറയാൻ വേണ്ടി അവർ ഖുർആനിൽ നിന്ന് ഏതെല്ലാം ആയത്തുകളാണോ ഉദ്ധരിക്കുന്നത്, ആ ആയത്തുകളെല്ലാം ജിന്ന് മുജാഹിദുകൾ, അതായത് വിസ്ഡം മുജാഹിദുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ KNM ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ മാത്രമല്ല, മുജാഹിദുകൾ തന്നെ ഈ ആയത്തിലൂടെ ശിർക്കിലേക്കും കുഫറിലേക്കും പോയിട്ടുണ്ട് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ വിസ്ഡം, ഇപ്പോൾ ജിന്നി വിഭാഗമാണ് നമ്മളൊക്കെ മുശ്രിക്കാണെന്ന് പറയാൻ വളരെയധികം ധൃതി കാണിക്കുന്നത് എങ്കിൽ അവര് ഓതുന്ന, നമുക്കെതിരെ ഓതുന്ന ആ ആയത്തുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് നിങ്ങൾ ജിന്നിനെയും ശൈത്താനിനെയും മലക്കുകളെയും കുട്ടിച്ചാത്തൻ സേവയൊക്കെ അവരെയൊക്കെ സഹായം ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറയുന്നതിലൂടെ ആ വിശ്വാസപ്രകാരം നിങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, നിങ്ങൾ മക്കാ മുശ്രിക്കുകളെക്കാൾ കടുത്ത മുശ്രിക്കുകളാണ് എന്ന് ഈ വിസ്ഡം ജിന്നുകളെ കുറിച്ച് മുജാഹിദുകൾ തന്നെ ഈ നമുക്കെതിരെ ഓതുന്ന ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് പറയുന്ന ശിർക്കിന് യാതൊരു വിലയില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇത് യൂറോപ്പാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ഉപയോഗപ്പെടുത്തിയത് വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി. അതിലൂടെ ബ്രിട്ടീഷ് പ്ലാൻ നടപ്പാക്കലായിരുന്നു ഉദ്ദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഈ കാണുന്നത്
ഇത് RT ആണ്. ഒരുവിധം പത്രങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ, അന്താരാഷ്ട്ര പത്രങ്ങളൊക്കെ ഈ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് സൗദി അറേബ്യയിലെ ഇപ്പോഴത്തെ ഭരണാധികാരി കിരീടാവകാശി പറയുകയാണ്, സ്പ്രെഡ് ഓഫ് വഹാബിസം വാസ് ഡൺ അറ്റ് റിക്വസ്റ്റ് ഓഫ് വെസ്റ്റ് ഡ്യൂറിംഗ് കോൾഡ് വാർ. അതായത് സോവിയറ്റ് യൂണിയനുമായി യുദ്ധം നടക്കുന്ന കാലത്ത് യൂറോപ്പ് ഞങ്ങളോട് ആവശ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വഹാബിസം പ്രചരിപ്പിച്ചത് എന്നാണ്. അതായത് യൂറോപ്പിന്റെ സൃഷ്ടിയാണ്, യൂറോപ്പാണ് ഇത് പ്രചരിപ്പിച്ചത്. മാത്രമല്ല അതിന് ഫണ്ട് നൽകിയതും ഈ പറയുന്ന അമേരിക്കയും അതുപോലെ യൂറോപ്പും തന്നെയാണ്. അതിനൊരുപാട് രേഖകൾ വേറെയുമുണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4ാമത്തെ അടയാളം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ പറയുകയാണ്, ഖവാരിജികളുടെ ഒരു പ്രത്യേകത, യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, നല്ല ആളുകളുടെ നല്ല സംസാരമായിരിക്കും. അതായത് അവരുടെ പ്രസ്താവനകളെല്ലാം കേട്ടാൽ വളരെ ശരിയാണെന്ന് തോന്നും എന്നല്ല, അത് കൃത്യമായി ശരിയായിരിക്കും. പക്ഷെ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒരു ബാത്തിലായിരിക്കും, ഒരു തെറ്റായ കാര്യമായിരിക്കും. ഇത് തന്നെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഈ ഖവാരിജികൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്തായിട്ടുണ്ട്, കാരണം ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, അള്ളാഹുവിനല്ലാതെ വിധി പറയാൻ അധികാരമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു അവരോട് തിരിച്ച് പ്രതികരിക്കുന്നത്, ഫഖൗലുഹും സ്വഹീഹുൻ, അവരുടെ ഈ വാക്ക് വളരെ ശരിയാണ്, അൽ ഹുക്മു കുല്ലുഹു ലില്ലാഹ്, ഈ വിധികളെല്ലാം അള്ളാഹുവിനുള്ളത് തന്നെയാണ്. പക്ഷെ ലാക്കിനില്ലദി അറാദൂഹു മിൻ വറാഇ ഹാദൽ ഖൗൽ, ഈ വാക്കിന് പിന്നിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഹുവ മഅനൻ ബാത്തിൽ, അത് പിഴച്ച ഒരു ആശയമാകുന്നു. മിൻ തക്ഫീരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്ന പിഴച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അലി റളിയല്ലാഹു അൻഹു പ്രതികരിക്കുന്നത്. ഇതേപോലെ നല്ല പ്രസ്താവനകളാണ് ഇന്നും ഖവാരിജികളായ വഹാബികൾ പറയുന്നത്. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം, ദുആ അള്ളാഹുവിന് മാത്രം. ഇത് വളരെ ശരിയാണ്. അള്ളാഹുവിന് മാത്രമാണ് ദുആ, അള്ളാഹുവിന് മാത്രമാണ് പ്രാർത്ഥന. ഇത് ശരിയാണ്. പക്ഷേ ലാക്കിനില്ലദി അറാദൂഹു മിൻ വറാഇ ഹാദൽ ഖൗൽ, ഈ വാക്കിന്റെ പിന്നിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് അത് പിഴച്ച ഒരു ആശയമാണ്, മുഅ്മിനീങ്ങളെ കാഫിറാക്കുകയാണ്. ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലെ വഹാബികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ ശിർക്ക് ആരോപിക്കുകയും കാഫിറാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അലി റളിയല്ലാഹു അൻഹു എന്താണോ പ്രതികരിച്ചത് അതേ പ്രതികരണമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, കൂട്ടുപ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ പിന്നിൽ വരുന്ന മസ്ബൂക്കുകളായ ആളുകൾ, അവരുടെ നിസ്കാരം ബുദ്ധിമുട്ടാകും ഒച്ച ഉയർത്തിയാൽ. ഈ പറഞ്ഞ കാര്യം ശരിയാണ്, ഖൗലുൻ സ്വഹീഹുൻ. പക്ഷെ അതിന്റെ പിന്നിൽ അവർ ഉദ്ദേശിച്ചത് ഈ ആളുകൾക്ക് തശ്വീഷ് ഇല്ല, ആളുകൾക്ക് പ്രശ്നമില്ല, ജുമാ നിസ്കാരത്തിനാണ് കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്, അവിടെ മസ്ബൂക്കുകളൊന്നും ഇല്ല, എന്നാൽ വഹാബി അവിടെ ദുആ ചെയ്യോ? ഇല്ല. പക്ഷെ അവർ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് നല്ല വാക്കാണ്, പ്രസ്താവന ശരിയാണ്, പക്ഷെ അതിന്റെ പിന്നിൽ അവർ ഉദ്ദേശിക്കുന്ന ആശയം അത് ബാത്തിലാകുന്നു. ഇത് നോക്കൂ നിങ്ങൾ, നബിദിനാഘോഷം കഴിക്കുന്ന സമയത്ത് റോഡ് ബ്ലോക്ക് ആകും, എന്നാൽ ബ്ലോക്ക് ആകാതെ അവർ നബിദിനാഘോഷം നടത്തുമോ? ഇല്ല. എന്നാൽ അവർ പറഞ്ഞ വാക്ക് അത് വളരെ ശരിയാണ്. കാരണം എന്താ? റോഡ് ബ്ലോക്ക് ആക്കാൻ പാടില്ല. അതായത് കലിമത്തു ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖിൻ, ശരിയായ വാക്കാണ് അവർ പറയുന്നത്, പക്ഷെ ഉരീദ ബിഹിൽ ബാത്തിൽ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാത്തിലാണ്. ഇങ്ങനെ അവർ സുന്നികളെ കുറിച്ച് പറയുന്ന ഓരോ വിഷയങ്ങളിലും ഇതുപോലെ കലിമത്തു ഹഖിൻ, അത് ശരിയാണെന്ന് പ്രത്യക്ഷത്തിൽ വളരെ കറക്റ്റാണ്. ആരാധന അള്ളാഹുവിന് മാത്രം, ഇത് കേട്ടാൽ ശരിയാണല്ലോ എന്ന് തോന്നും. ഇതേ രീതി തന്നെയാണ് അന്നത്തെ ഖവാരിജികൾ സ്വഹാബത്തിനെ കാഫിറാക്കുമ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അന്നും ഇന്നും മുസ്ലിമീങ്ങളെ കാഫിറാക്കുമ്പോൾ അന്ന് സ്വഹാബത്തിനെ ആയിരുന്നു, ഇന്നിവിടെയുള്ള സുന്നികളെയാണ്. പക്ഷെ അത് രണ്ടും ഒരേ രീതിയിലാണ് അവരുടെയൊക്കെ പ്രയോഗങ്ങൾ ഉള്ളത്. അവർ ആ പ്രയോഗിക്കുന്നതും പ്രയോഗവൽക്കരണങ്ങളും ഒക്കെ ഒരേ രൂപത്തിലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആ ഖവാരിജികളാണ് ഇന്നും വഹാബികൾ അറിയപ്പെടുന്ന ഖവാരിജികൾ എന്ന് ഇമാം സ്വാബി റളിയല്ലാഹു അൻഹു പറയാനുള്ള കാരണം. ഇനി നോക്കൂ നിങ്ങൾ, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ ഈ ഖവാരിജികളെ കുറിച്ച് മഹാനായ അലി റളിയല്ലാഹു അൻഹു തന്നെ പറയാൻ, അന്നഹു കാന ഫിൽ ജയ്ശില്ലദി കാനു മഅ അലി റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള സൈന്യത്തിലുള്ള സ്വഹാബിയാണ്, അല്ലദീന സാറു ഇലൽ ഖവാരിജ്, ഖവാരിജികളിലേക്കായിരുന്നു അവർ പുറപ്പെടുന്നത്. ഫഖാല അലിയുൻ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹു അവരോട് പറയുകയാണ്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിനെ കേട്ടിട്ടുണ്ട്, യഖൂൽ, അവിടുന്ന് പറയുന്നതായിട്ട്, യഖ്റുജു ഖൗമുൻ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ പുറത്തു വരും, യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ പാരായണം നടത്തും, ലൈസ ഖിറാഅത്തുകും ഇലാ ഖിറാഅത്തിഹിം ബിശൈഇൻ, നിങ്ങൾ ഓതുന്ന ഖുർആൻ പാരായണം അവരെ ഖുർആൻ പാരായണത്തിലേക്ക് ചേർത്തി നോക്കിയാൽ നിങ്ങളുടേതൊന്നുമല്ല. സ്വഹാബത്തിനോടാ പറയുന്നത്, വലാ സ്വലാത്തുകും ഇലാ സ്വലാത്തിഹിം ബിശൈഇൻ, അവരുടെ നിസ്കാരവും നിങ്ങളുടെ നിസ്കാരവും ചേർത്ത് വെച്ചാൽ നിങ്ങളുടേത് ഒന്നുമായിരിക്കുകയില്ല. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതുന്നു, യഹ്സബൂന അന്നഹു ലഹും, അവർ ഖുർആൻ ഓതി അവരുടെ വിശ്വാസം, അവരുടെ വിചാരം അത് അവർക്ക് അങ്ങോട്ട് അവതരിപ്പിച്ചതാണ്
എന്നാൽ കാര്യം ബഹുവ അലൈഹിം, അത് അവർക്ക് എതിരാണെന്ന് അവർ അറിയുന്നില്ല. ഇത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട താബീങ്ങളിൽപ്പെട്ട ഒരു പണ്ഡിതനാണ്, അദ്ദേഹം പറയുകയാണ്, യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ അവർ ധാരാളം ഓതിക്കൊണ്ടിരിക്കും. അതായത് അയ്യുക്സിറൂന മിൻ തിലാവത്തിഹി, ഖുർആൻ ഓത്തവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും, ഖുർആൻ അവർ നന്നായി ഓതും. വകദാലികഹും കസീറു സ്വലാത്തി വസ്സിയാം, അതുപോലെ ഖുർആൻ മാത്രമല്ല അവർ ധാരാളം നിസ്കാരവും നോമ്പും ഒക്കെ അനുഷ്ഠിക്കുന്നവരാണ്. ബിഹൈസു അന്നന്നാസ ഇദാ ഖാറനു ബൈന ഹാലിഹിം വഹാലി ഗൈരിഹിം, ജനങ്ങൾ അവരുടെയും അവരല്ലാത്തവരെയും ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയാൽ ലാ യഉദ്ദൂന ഇബാദത ഗൈരിഹിം ബിന്നിസ്ബതി ഇലൈഹിം ഷൈഅ, അവരുടെ ഇബാദത്തും ഈ സുന്നികൾ അല്ലെങ്കിൽ അന്നത്തെ സ്വഹാബത്ത് അവരുടെ ഇബാദത്തും ചേർത്ത് വെച്ചാൽ സ്വഹാബത്തിൻ്റെത് അല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിമീങ്ങളുടേത് അത് ഒന്നുമായിരിക്കുകയില്ല. യഖ്റഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതും, യഹ്സബൂന അന്നഹു ലഹും, ആ ഖുർആൻ അവർക്ക് അവതരിച്ചതാണ്, അതായത് അവർക്ക് തെളിവാണ്. ഐ ഹുജ്ജത്തുൽ ലഹും ഫി ഇസ്ബാതി ദഅാവിഹിം, അവരുടെ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നിടത്ത് അവരെ തെളിവാണ്. അന്നൽ മസാജിദ് ലില്ല ഫലാ തദഉ മഅല്ലാഹി അഹദ തുടങ്ങി അവരിങ്ങനെ ഓതുമ്പോൾ അവര് വിചാരിക്കുകയാണ് ഇതൊക്കെ നമുക്കുള്ള തെളിവുകളാണ്, ഇത് നമുക്ക് വേണ്ടി അവതരിച്ചതാണ്. പക്ഷേ വലൈസ ഹുവ കദാലിക ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ അത് അവർക്ക് അനുകൂലമല്ല. അള്ളാഹുവിന്റെ അടുക്കൽ അതെല്ലാം അവർക്ക് എതിരായിരിക്കുന്നു. ഇത് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഇവരുടെ നല്ല സുന്ദരമായ വാക്കുകൾ, കേട്ടാൽ ശരിയാണെന്ന് തോന്നുന്ന വാക്കുകൾ, അതുകൊണ്ട് തന്നെ ഇത്രയും കൃത്യമായി ഈ ഹദീസുകൾ വിശദീകരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, കള്ളന്മാരാണ്, വഞ്ചകരാണ്, ചതിയന്മാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഖവാരിജികൾ എന്നറിയപ്പെടുന്നവർക്ക് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അക്ഷരാർത്ഥത്തിൽ പകർത്തി വെച്ചവരാണിവർ. ഖവാരിജികളുടെ അഞ്ചാമത്തെ അടയാളം, അവർ തലമുണ്ടനം ചെയ്യുന്നവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, ഈ ഖവാരിജികളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ പറഞ്ഞ സമയത്ത് അവരുടെ അടയാളങ്ങൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാ സീമാവും, അവരുടെ അടയാളം എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഹ്ലീഖ്, അവർ തലമുണ്ടനം ചെയ്യുന്നവരാണ്. ഇത് വേറെ ഹദീസിൽ കാണാം, സീമാവും അത്തഹ്ലീഖ്, അവരുടെ അടയാളം തലമുണ്ടനം ചെയ്യലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതും വഹാബികളും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? സൗദി അറേബ്യയിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് ഈ വഹാബിസം ആദ്യം കൊണ്ടുവരുന്നത്. ആ വഹാബിസത്തിന്റെ സ്ഥാപകൻ തന്നെ അദ്ദേഹമാണ്. നോക്കൂ നിങ്ങൾ, ആ കാലത്ത് ജീവിച്ച പണ്ഡിതന്മാർ പറയുകയാണ്, ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അനുയായികളുടെ അടയാളം അത് ഈ തലമുണ്ടനം ചെയ്യലായിട്ടുണ്ട്. ഫലാ യഖ്ബലൂന മിൻ അഹദിൻ അദ്ഖൂല ഫീമാ ഹും ഫീഹി, അവരേതൊരു ആദർശത്തിലാണോ ഉള്ളത് വഹാബിസം, ആ വഹാബിസത്തിലേക്ക് അവർ ആരെയും കടന്നു വരാൻ അനുവദിക്കൂല. ഹത്താ യുഹല്ലിക റഅസഹു, തലമുണ്ടനം ചെയ്യാതെ അവരെ കടന്നു വരാൻ അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കിതാബ് ലഫ്ഹാത്തുൽ വജ്ദ് ഇൻദ ഫഅലാത്തി അഹ്ലി നജ്ദ് എന്നറിയപ്പെടുന്ന കിതാബിൽ അതിന്റെ 76-ാമത്തെ പേജിൽ കാണാം, ഇന്നഹു ബലഗനി, എനിക്കെത്തിയിട്ടുണ്ട്, അന്നഹു ഹല്ലക നാസു മിൻ അഹ്ലി തുഹാമ, തുഹാമയിലുള്ള ആളുകൾ തലമുണ്ടനം ചെയ്തു, റൂസവും അവരുടെ തലകളെ, അലാ ദൗഇ സിറാജി, വിളക്കിന്റെ വെളിച്ചത്തിൽ, നാവു സിത്തിമിഅത്തി റജുലിൻ ഫീ ലൈലത്തിൻ വാഹിദ, ഒരൊറ്റ രാത്രിയിൽ 600ഓളം ആളുകളാണ് തലമുണ്ടനം ചെയ്തത്. ഫകൈഫ ബിന്നഹാർ, അതായത് അതികടുത്ത കർസേവ നടത്തി ആളുകളെ ബലാത്കാരമായി ആക്രമിച്ച് വഹാബിസത്തിലേക്ക് ചേർത്തുകയാണ്. പക്ഷെ കടന്നു വരുമ്പോൾ അവരെയൊക്കെ തലമുണ്ടനം ചെയ്തുകൊണ്ടാണ് അവര് അതിലേക്ക് കടക്കാൻ അനുവദിച്ചത്. സൈനി ദഹ്റാൻ പറയാണ്, അദ്ദേഹം മക്കയിലെ മുഫ്തി ആയിരുന്നു ആ കാലത്ത്. അദ്ദേഹം പറയാൻ, കാനു യഅ്മുറൂന മനിത്തബഅഹും, അവരോട് പിൻപറ്റിയ, അതായത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനോട് പിൻപറ്റിയ ആളുകളോട് അവർ കൽപ്പിച്ചിരുന്നു, അയ്യു ഹല്ലിക റഅസഹു, തലമുണ്ടനം ചെയ്യാൻ, വലാ യത്റുകൂനഹു യുഫാരിക മജ്ലിസഹും, അവരെ കൂട്ടത്തിലേക്ക് വന്ന ഒരാളെ ആ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുവദിക്കുകയില്ല. ഇദാ തബിഅഹും, അവരോട് പിൻപറ്റിയിട്ടുണ്ടെങ്കിൽ ഹത്താ യുഹല്ലിക റഅസഹു, തലമുണ്ടനം ചെയ്യാതെ പോകാൻ അനുവദിക്കുകയില്ല. വലം യഖഅ മിസ്ലു ദാലിക ഖത്തു മിൻ അഹദിൻ മിനൽ ഫിറഖി അല്ലത്തി മദത് ഖബ്ലഹും, ഈ വഹാബി പ്രസ്ഥാനം വരുന്നതിന് മുമ്പുള്ള ഒരു കക്ഷിയിലും ഇതുപോലെ സംഘടനാപരമായി, അതായത് കടന്നു വരുന്ന ആളുകളൊക്കെ തലമുണ്ടനം ചെയ്യണം എന്ന് പറഞ്ഞ ഒരു പിഴച്ച കക്ഷിയുമില്ല ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ആളുകളല്ലാതെ. ഫൽ ഹദീസു സ്വരീഉൻ ഫീഹിം, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഖവാരിജിന്റെ അടയാളം ഇവരിൽ തന്നെ അത് കൃത്യമായി വ്യക്തമാണ് എന്ന് മഹാനവറുകൾ പറയാൻ. അതുപോലെ അബ്ദുറഹ്മാനുൽ അഹ്ദൽ, അദ്ദേഹം സബീദിലെ മുഫ്തി ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അദ്ദേഹം പറയാൻ, ലാ യഹ്താജു അൻ യുഅല്ലിഫ അഹദുൻ തഅലീഫൻ ലിറദ്ദി അലാ ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ആകുന്ന വഹാബികളുടെ നേതാവ്, അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെതിരെ ഒരാളും ഗ്രന്ഥം രചിക്കേണ്ട കാര്യമേ ഇല്ല. ബൽ യക്ഫി മിനർ റദ്ദി അലൈഹി,
അദ്ദേഹത്തിനെതിരെയുള്ള റദ്ദ് മതി. ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് മാത്രം മതി. സീമാഹും അത്തഹ്ലീഖ്, അവരുടെ അടയാളം, ഖവാരിജിന്റെ അടയാളം തല മുണ്ടനം ചെയ്യലാണെന്ന് പറഞ്ഞല്ലോ, അത് മാത്രം മതി. കാരണം ഫഇന്നഹു ലം യഫ്അൽഹു അഹദും മിനൽ മുബ്തദിയത്തി ഗൈരിഹിം, കാരണം ഇവരല്ലാത്ത ഒരു മുബ്തദിയത്തും ഇന്നുവരെ ഇങ്ങനെ തലമുണ്ടനം ചെയ്യുക എന്നത് അവരുടെ അടയാളമായി തെരഞ്ഞെടുത്ത ഒരു വിഭാഗവുമില്ല. ഇത് ദുററുസ്സനിയ ഫിർറദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിന്റെ 54-ാമത്തെ പേജിൽ കാണാം. ഇത് തന്നെ അവരുടെ ഒരു നേതാവ്, അതായത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ തന്നെ പേരക്കുട്ടി ഇതിനെ ന്യായീകരിച്ച് എഴുതി. വഹാബികളിൽ നിന്ന് തന്നെയുള്ള ആളുകൾ ന്യായീകരിച്ച് എഴുതിയിട്ടുണ്ട്. തലമുണ്ടനം ചേരുന്നത് കുഴപ്പമുള്ള കാര്യമല്ലല്ലോ, അതിന്റെ പേരിൽ അദ്ദേഹത്തെ എന്തിനാണ് വിമർശിക്കുന്നത്? അതൊരു അടയാളമായി മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണല്ലോ ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ആർക്കും സംശയമില്ല. ഇപ്പൊ സുന്നികളൊക്കെ തല മുണ്ടനം ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഹജ്ജിന് പോകുമ്പോൾ നമ്മളൊക്കെ മുടി കളയാറുണ്ട്. അതെല്ലാം പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ ശൈലിക്കനുസരിച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പ്രസ്ഥാനം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഒരു ഗ്രൂപ്പിന്റെ അടയാളമാണ്, അതായത് ഖവാരിജിന്റെ അടയാളമാണ്. എങ്ങനെ ഒരു ഗ്രൂപ്പ് ഒരു അടയാളമായി തെരഞ്ഞെടുത്തത് വഹാബികളല്ലാതെ ചരിത്രത്തിൽ ആരെയും കാണാൻ കഴിയുകയില്ല. ഇന്ന് അവർ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതല്ല, അവരുടെ സ്ഥാപകൻ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവരുമ്പോൾ ഈ അടയാളം കൃത്യമായി അവരിൽ കാണാൻ പറ്റിയിരുന്നു. അതിന്റെ അനന്തരക്കാരി തന്നെയാണല്ലോ ഇന്നത്തെ വഹാബികൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവരിൽ ഖവാരിജുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എല്ലാ അടയാളങ്ങളും ഒത്തിണങ്ങിയ ഒരു വിഭാഗമാണ് വഹാബികൾ. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം സമയങ്ങളിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കീങ്ങളാക്കി, അലി റളിയല്ലാഹു അൻഹുവിനെയും സ്വഹാബാക്കളെ ഒക്കെ മുശ്രിക്കാക്കിയ പോലെ അവർ ഈ ശിർക്കും പറഞ്ഞ് വന്നുകൊണ്ടേയിരിക്കും. കാരണം അത് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവർ ഖവാരിജുകളായി മാറുന്നത്. കാരണം ഇങ്ങനെ മറ്റുള്ളവരെയൊക്കെ കാഫിറാക്കുക എന്നതാണ് ഖവാരിജുകളുടെ അടയാളം. അതുകൊണ്ട് തന്നെ അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്, സുന്നികളുടെ വിശ്വാസം ശിർക്കൻ വിശ്വാസമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഖവാരിജുകളായി നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളെ ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ഇത് പൂർണ്ണമായി നിങ്ങൾ കേൾപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ലൈവായി തന്നെ മദ്രസ പഠനം നടത്താനുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ ത്വയ്ബ ഓൺലൈൻ അക്കാദമി. ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ, 45 മിനിറ്റ് ലൈവ് ക്ലാസുകൾ, അനുയോജ്യമായ സമയം തിരഞ്ഞെടുക്കാനുള്ള അവസരം, ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസുകൾ, ഇസ്ലാമിക് ലൈഫ് സ്റ്റൈൽ പരിശീലനം, കൂടാതെ ഖുർആൻ ഹിഫ്ള് കോഴ്സുകൾ, സ്കൂൾ ട്യൂഷൻ, സ്പോക്കൺ ഇംഗ്ലീഷ്, സ്പോക്കൺ അറബിക്, ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, സോഷ്യൽ മീഡിയ കോഴ്സസ്, ഡോക്ടേഴ്സിനും എഞ്ചിനീയേഴ്സിനുമുള്ള പ്രത്യേകം കോഴ്സുകൾ. ബന്ധപ്പെടേണ്ട നമ്പർ താഴെ.